ശീതൾ ഒരു പുരുഷനിൽ നിന്ന് സ്ത്രീ ആയിട്ടുള്ള ഒരാളാണ്. ഇപ്പോൾ വളരെ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഒരു പൊസിഷനിൽ നിൽക്കുന്നു. ഈ ഒരു സമയത്ത് ഇവിടെ ഇരിക്കുമ്പോൾ നമ്മളെ ജേണി ഒന്ന് പുറകോട്ട് പോയി ആലോചിക്കുമ്പോൾ യു ഫീൽ ഹാപ്പി? ഈ ചോദ്യത്തിന് തന്നെ ചെറിയൊരു പ്രശ്നമുണ്ട്. ഒന്ന്, നമ്മള് ഈ അസൈൻഡ് ജെൻഡർ എപ്പോഴും മറ്റൊരാളാണ് അസൈൻ ചെയ്യുന്നത്. അതായത് ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ അസൈൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ആ ശരീരത്തെ കുറിച്ച് നമ്മൾ എപ്പോഴും അഡ്രസ്സ് ചെയ്യുന്നത്, പുരുഷന്റെ ശരീരം എന്നുള്ളത്. ശരിക്കും അവിടെ നമ്മൾ ജനനം എന്ന് പറയുന്നത് വളരെ ഡൈവേഴ്സിറ്റി ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പൊ അത് മെയിൽ ആൻഡ് ഫീമെയിൽ ഓർഗനോട് കൂടി ആൾക്കാർ ജനിക്കുന്നു എന്നുള്ളത് ഒരു ക്രൈറ്റീരിയ ഉള്ളതിനപ്പുറം അവിടെ ഇന്റർസെക്സ് പേഴ്സൺസും ജനിക്കുന്നുണ്ട്. അതായത് ഒരു ശരീരത്തിൽ തന്നെ പുരുഷന്റെയും സ്ത്രീയുടെയും ഒക്കെ അവയവമുള്ള ആളുകൾ. അപ്പൊ അങ്ങനെ വളരെ വൈവിധ്യമുള്ള ഐ തിങ്ക് 164 ഐഡന്റിറ്റി ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. അപ്പൊ അങ്ങനെ വളരെ ഡൈവേഴ്സിറ്റി ഉള്ള സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ശരീരത്തെ നമ്മൾ എപ്പോഴും അഡ്രസ്സ് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ളൊരു തോട്ട്സ് പലപ്പോഴും വരും. അപ്പോൾ എൻ്റെ ശരീരം അതായിരുന്നില്ല, മറ്റൊരാളാണ് പറയുന്നത് ഞാൻ ഇങ്ങനത്തെ ഒരു ശരീരത്തിൽ ജനിച്ച ആളായിരുന്നു. അപ്പൊ ഈ അസൈൻമെന്റ്, ഈ നിർണയം പലപ്പോഴും ഡോക്ടറോ അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സോ ഇവരൊക്കെയാണ് ശരിക്കും നടത്തുന്നത്. ശരിക്കും ഞാൻ ആരാണെന്ന് എപ്പോഴാണ് ഞാൻ തിരിച്ചറിയുന്നത്, അപ്പോഴാണ് ഈ അസൈൻമെന്റ് നടക്കുന്നത്. ആ നിർണയിക്കാനുള്ള അവകാശം എനിക്ക് മാത്രമാണ്. വേറൊരു പേഴ്സണും, അത് എന്നെ ജനിപ്പിച്ച മാതാപിതാക്കൾക്ക് പോലും അതിനുള്ള അർഹതയില്ല. കാരണം ഞാൻ ആരാണെന്ന്, ഞാൻ എങ്ങനെയാ ജനിക്കണേന്നുള്ളത് എൻ്റെ മാതാപിതാക്കളുള്ള അവബോധം ഉണ്ടെങ്കിൽ എനിക്ക് പ്രശ്നമില്ല. പക്ഷെ നമ്മൾ അങ്ങനെ ഒരു അവബോധം ഇല്ലാത്തൊരു സ്പേസിലാണ് ഉള്ളത്. ബട്ട് ഞാൻ അങ്ങനെ ഒരു ലൈഫിൻ്റെ ജേർണിയിൽ ഒത്തിരി പ്രശ്നങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. ഈവൻ ഞാനങ്ങനെ വലിയ പ്രിവിലേജ് ഉള്ള ആളൊന്നുമല്ല, ബട്ട് ഇങ്ങനൊരു പ്രിവിലേജ് സിസ്റ്റം ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് ഞാൻ മാത്രമല്ല, എന്നെ ഒത്തിരി പേര് സഹായിച്ചിട്ടുണ്ടായിരിക്കാം, എൻ്റെ ചുറ്റുമുള്ളവര്. നമ്മള് ലൈഫ് സർവൈവ് ചെയ്യാന്ന് പറയണത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. നമ്മളെല്ലാവരും അതിജീവിക്കുന്ന മനുഷ്യരാണ്. അത് സ്ത്രീ ആയാലും പുരുഷനായാലും ട്രാൻസ്പേഴ്സൺ ആയാലും ഒക്കെ അതിജീവിക്കുന്നവരാ. അപ്പൊ നമ്മൾ അതിജീവിച്ചേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഓരോരുത്തരുടെ ലൈഫിലും ഓരോതരം പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ജേർണി ടഫായിരിക്കും, അല്ലെങ്കിൽ സ്മൂത്ത് ആയിരിക്കും, ഹാർഡായിരിക്കും. ശീതളുടെ ഒരു കമ്മിങ് ഔട്ട് എങ്ങനെയായിരുന്നു? ഏത് വയസ്സിലായിരുന്നു? അതിനെങ്ങനെ ഒരു വയസ്സൊന്നും പറയാൻ പറ്റില്ല. ഇപ്പൊ നമ്മള് ജനന സമയത്ത് നമ്മളെ ഈ പറയുന്ന അസൈൻമെന്റ് ചെയ്യുന്നത് മാതാപിതാക്കളാണ്. അപ്പൊ എനിക്കൊരു ബ്രദർ ഉണ്ട്. അവന് ഒരു മാസ്കുലിനിറ്റിനെ പ്രസന്റ് ചെയ്യുന്ന ഒരാളൊക്കെ ആയിരുന്നു ചെറുപ്പം മുതലേ. അപ്പൊ എനിക്കങ്ങനെ മാസ്കുലിനിറ്റിന്റെ ഒരു പ്രസന്റേഷൻ ഉണ്ടായിരുന്നില്ല, ഒരു ഫെമിനൈൻ നേച്ചർ ആയിരുന്നു. അപ്പൊ ആ ഫെമിനൈൻ നേച്ചറിനെ എപ്പോഴും ഹറാസ് ചെയ്യുക, ബുള്ളി ചെയ്യുക, ത്രെട്ടണിങ് ചെയ്യാം അങ്ങനെയൊക്കെയുള്ള ഒരു സിസ്റ്റം എൻ്റെ ഫാമിലി സിസ്റ്റത്തിൽ ഉണ്ടായിരുന്നു. ദെൻ മൈ സ്കൂൾ, അവിടെ നിന്നും ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ദെൻ സൊസൈറ്റി. അപ്പം എൻ്റെ അല്ലെങ്കിൽ ഞാൻ ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത് എനിക്കങ്ങനെ വലിയ മെമ്മറീസ് ഒന്നുമില്ല, ബട്ട് ബ്യൂട്ടിഫുൾ മെമ്മറീസ് ഒന്നുമില്ല. ബട്ട് ഇന്ന സമയത്താണ് നമ്മൾ തിരിച്ചറിയുക എന്നൊന്നുമില്ല. പല ഏരിയയിൽ തിരിച്ചറിയാം. അതിപ്പം എൻ്റെ ഫാമിലി മെമ്പേഴ്സില് ഒത്തിരി റിലേറ്റീവ്സിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവര് ഇപ്പം എനിക്ക് എൻ്റെ ആന്റിയുടെ മകളുണ്ട്, അവളാണ് എനിക്ക് ഫ്രോക്കൊക്കെ തന്നിരുന്നത്. മാസികകൾ വായിക്കുമായിരുന്നു, ഫിലിം മാസികൾ. അപ്പൊ ആ സമയത്ത് കൂടുതലും ഒരു പെൺകുട്ടികളായ സുഹൃത്തുക്കളായിരുന്നു കൂടുതൽ ഉണ്ടായിരുന്നത്. പെൺകുട്ടികളോട് കൂടാനായിരുന്നു ഇഷ്ടം. എന്റെ നേച്ചർ അങ്ങനെ ആയതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു അടുപ്പം ഉണ്ടായിരുന്നു. മേ ബി അങ്ങനെ ഒരു സാഹചര്യം ഇല്ലെങ്കിൽ ചിലപ്പോൾ അത് ഉണ്ടാവത്തില്ല. ബട്ട് എനിക്ക് ഒത്തിരി റിലേറ്റീവ്സിൽ ഒത്തിരി പെൺകുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു നേച്ചർ ഉണ്ട്. പക്ഷെ ഞാൻ ആൺകുട്ടികളായിട്ട് മിങ്കിൾ ചെയ്യുമായിരുന്നു. ബട്ട് ഞാൻ പറഞ്ഞത്, ഞാൻ എപ്പോഴാ എന്നെ തിരിച്ചറിയെന്ന് പറഞ്ഞാല് അത് ഒത്തിരി സമയം കഴിഞ്ഞിട്ടാ. ബട്ട് എൻ്റെ ഓരോ ലൈഫിന്റെ ഓരോ ജേർണിയിലും ഞാൻ എന്നെ റിയലൈസ് ചെയ്യാനായിട്ടും ശ്രമിച്ചുകൊണ്ടിരുന്നിട്ടുണ്ട്. പക്ഷെ ഹൂ ഐ ആം എന്നുള്ള ചോദ്യത്തിന് എനിക്ക് ഒരു ബെറ്റർ ആൻസർ കിട്ടിയത് ഒത്തിരി സമയം കഴിഞ്ഞിട്ടാ. അപ്പോഴൊക്കെ എന്റെ കൗമാരൊക്കെ കഴിഞ്ഞു, ഞാൻ യൗവനത്തിലേക്കൊക്കെ എത്തി. ആദ്യമൊക്കെ അപ്പൊ ശരിക്കും ഇങ്ങനെ ഡൗട്ട് ആയിരുന്നോ? പിന്നീട് ഇപ്പൊ പറഞ്ഞില്ലേ ഒരു വളരെ വൈകിയാണ് തിരിച്ചറിഞ്ഞതെന്ന്.
അപ്പോ ഒരുപാട് സമയത്ത് ഇങ്ങനെ ഡൗട്ട് ഉണ്ടായിരുന്നോ, ഞാൻ എന്താണ് മറ്റുള്ളവരിൽ നിന്ന് ഡിഫറെന്റ്? ഡൗട്ട്സ് എന്ന് പറഞ്ഞാല് നമുക്ക് നമ്മളെ തിരിച്ചറിയാൻ പറ്റുന്ന ഒരു സാമൂഹ്യ സാഹചര്യമല്ല ശരിക്കും. കാരണം നമ്മുടെ ഫാമിലി, ഇൻസ്റ്റിറ്റ്യൂഷൻ, നമ്മുടെ അഡ്വക്കസി, നമ്മുടെ എഡ്യൂക്കേഷൻ, ഇതൊക്കെ വളരെ മോശം ഏരിയ ആണല്ലോ. ഞാൻ പഠിക്കുന്ന കാലത്തൊന്നും ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തെ കുറിച്ചൊന്നുമുള്ള നോളജ് സെൻസ് ഇല്ല എൻ്റെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ. ബട്ട് അത് ഇല്ലെങ്കിൽ പോലും ഞാൻ അനുഭവിച്ചിട്ടുള്ള ഹറാസ്മെന്റ്, ടീച്ചേഴ്സ്, സ്റ്റുഡൻസ്, ഇവരുടെ അടുത്ത് നിന്ന് നേരിട്ടിട്ടുള്ള സെക്ഷൽ ഹറാസ്മെന്റുകൾ, ഇതൊക്കെ എനിക്ക് വല്ലാത്ത അപകടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓൾറെഡി എനിക്ക് ഫിയർ ഉണ്ടായിട്ടുണ്ട്, ട്രോമ ഉണ്ടായിട്ടുണ്ട്, വയലൻസ് ഉണ്ടായിട്ടുണ്ട്. അപ്പം അത് കുറച്ചുകൂടി ഭീകരമായിട്ട് പോകുന്നത് ഹൈസ്കൂളിലൊക്കെ. അപ്പം സെക്ഷൽ വയലൻസ് ആണ്. ബാക്കിയുള്ള വയലൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആരെങ്കിലും ചീത്ത വിളിക്കുകയോ അല്ലെങ്കിൽ മോശം പറയുകയോ ചെയ്താൽ നമുക്ക് മനസ്സിനാണ് മുറിവുണ്ടാവുന്നത്. പക്ഷെ ശരീരത്തിന് മുറിവുണ്ടാവുന്നത് ഈ പറയുന്ന സെക്ഷൽ വയലൻസ് ഒക്കെ നടക്കുമ്പോഴാണ്. അപ്പം അത് നമുക്ക് ഒട്ടും പറ്റത്തില്ല. അത് ഞാൻ 9th ഡ്രോപ്പ് ഔട്ട് ആയതിനു ശേഷമാണ് ബാംഗ്ലൂരിൽ പോകുന്നത്. ഈ സെക്ഷൽ വയലൻസ് എന്നൊക്കെ പറഞ്ഞല്ലോ, ഇപ്പോഴും ഈ ഒരു ട്രോമയിൽ നിന്ന് ശീതൾ റിക്കവർ ആയിട്ടുണ്ടോ? ഇപ്പൊ ഞാനിത് പറയുമ്പോ പോലും എനിക്ക് അത് ഓർക്കണല്ലോ. അപ്പൊ എന്റെ ലൈഫിനെ കുറിച്ച് ഞാൻ ഒത്തിരി സ്ഥലങ്ങളിൽ ഇങ്ങനെ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പം അല്ലെങ്കിൽ ആരെങ്കിലൊക്കെ ഇപ്പൊ ഞാൻ റിസോഴ്സ് പേഴ്സണും കൂടിയാണ്. അപ്പോൾ ക്യാമ്പസുകളിലോ സ്കൂളുകളിലൊക്കെ ക്ലാസ് എടുക്കുമ്പോൾ ഈ ചൈൽഡ് അബ്യൂസിനെ കുറിച്ചൊക്കെ സംസാരിക്കേണ്ടി വരുമ്പോൾ ഞാൻ ചിലപ്പോൾ എൻ്റെ അനുഭവം എക്സ്പീരിയൻസ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ അവരുടെ അടുത്ത് ഷെയർ ചെയ്യാറുണ്ട്. അപ്പൊ ഞാൻ അതിലേക്ക് ഓർക്കും. അപ്പൊ എനിക്ക് ആ ഒരു മെമ്മറി വരും. അപ്പൊ ചെറുതായിട്ടൊക്കെ പക്ഷെ ഞാൻ അതിനെയൊക്കെ ഓവർകം ചെയ്യാൻ പഠിച്ചു. ബട്ട് എന്നിരുന്നാലും നമുക്ക് മനസ്സുകൊണ്ട് വേദനിച്ച നേരിട്ടൊരു സംഭവത്തെ നമ്മൾ വീണ്ടും കാലങ്ങൾക്ക് ശേഷം ഓർത്തെടുക്കുമ്പോഴും അതിന്റെ ഒരു എഫക്റ്റും അതിന്റെ ഒരു ഡെപ്തും നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കും. ഈ വയലൻസ് ഒക്കെ നേരിട്ടു, ഒരുപാട് ബുള്ളിങ് നേരിട്ടു എന്നൊക്കെ പറഞ്ഞില്ലേ, അപ്പോ കൂടെ പഠിക്കുന്ന കുട്ടികളിൽ നിന്നാണ് നേരിട്ടിട്ടുള്ളത്. അപ്പൊ ആ സമയത്ത് നമ്മൾ എപ്പോഴും ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് സ്കൂളിൽ നിന്ന് എന്തെങ്കിലും പ്രശ്നം നമുക്കുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഓടിപ്പോയി പറയാ വീട്ടുകാരുടെ അടുത്തായിരുന്നു. ശീതളിന് അങ്ങനെ ഒരു ഹെൽത്തി ഫാമിലി ആയിരുന്നോ ഉണ്ടായിരുന്നത്? ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഫാമിലിയില് ഞാൻ എനിക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ ഈ പറയുന്ന ഹറാസ്മെന്റ് ഒക്കെ ഞാൻ കണ്ടോണ്ടിരുന്ന. അപ്പൊ എന്റെ പപ്പ ഭയങ്കര ആൽക്കഹോളിക് ആയിരുന്നു. മമ്മി വളരെ പാവമായിട്ടുള്ള ഒരു സോഫ്റ്റ് വുമൺ ആയിരുന്നു. പപ്പ ആൽക്കഹോളിക് ആയതുകൊണ്ട് തന്നെ മമ്മി എപ്പോഴും ബുള്ളിയൊക്കെ ചെയ്യും, ഹറാസൊക്കെ ചെയ്യും. അപ്പം ഓൾറെഡി അവര് വല്ലാത്ത വിഷമത്തില. അപ്പൊ ഞാൻ എന്റെ വിഷമം കൂടിയും പോയി പറഞ്ഞ് അവരെ വിഷമിപ്പിക്കേണ്ട വിചാരിച്ച് പലപ്പോഴും എന്റെ അവസ്ഥകളെ ഞാൻ പലപ്പോഴും മറച്ചു വെക്കാറുണ്ടായിരുന്നു. പോകെ പോകെ എനിക്ക് ഇതും പറ്റാതായി. അങ്ങനെ ഞാൻ അമ്മയോടൊക്കെ പറഞ്ഞു. അമ്മ എങ്ങനെ സപ്പോർട്ട്? യഥാർത്ഥത്തിൽ ഞാനല്ല ഇത് പറയുന്നത്. എന്റെ സ്കൂളില് എനിക്ക് നടന്നിട്ടുള്ള ഒരു സെക്ഷൽ ഹറാസ്മെന്റിനെ കുറിച്ച് എന്റെ ടീച്ചറോട് പരാതിപ്പെട്ടു. അപ്പൊ ടീച്ചറാണ് മമ്മീനെ വിളിച്ചുകൊണ്ടുവന്ന് മമ്മിയുടെ അടുത്ത് സംസാരിച്ചത്. ഈ കുട്ടിക്ക് മാനസിക രോഗമാണ്, അതുകൊണ്ടാണ് ആൺകുട്ടികൾ അങ്ങനെ ചെയ്തത്, ഈ കുട്ടീനെ ട്രീറ്റ് ചെയ്യണം. ഞാൻ ഒരു 7th ഇവര് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു, പിന്നെ ധ്യാന കേന്ദ്രത്തിലൊക്കെ കൊണ്ടുപോകുന്നു. ആ സമയത്ത് അമ്മ ഓപ്പൺ ആയിട്ട് സംസാരിച്ചിരുന്നു എന്താണ്? ഇല്ല, അമ്മയ്ക്കൊന്നും മനസ്സിലായിട്ടില്ല. അവർക്ക് അറിയണ്ടായിരുന്നില്ല. കാരണം അമ്മ ഒരു 9th 10th ഒക്കെ പോയിട്ടുള്ളു. പക്ഷെ അതിനേക്കാൾ ഹയർ ഒക്കെ പഠിച്ച ടീച്ചറാണല്ലോ ഇത് പറയുന്നത്. അപ്പൊ അവരുടെ വാക്കാണല്ലോ കേൾക്കുന്നത്. അത് ആ കാലഘട്ടത്തിൽ. അപ്പൊ അത് വിശ്വസിക്കുന്നു. ഇപ്പൊ ധ്യാന കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയി ഇരുത്തിയാൽ ദൈവം ശരിയാക്കും, അല്ലെങ്കിൽ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയാൽ അവര് ഹോർമോൺ കൊടുത്താൽ ശരിയാവും എന്നുള്ളൊരു കോൺസെപ്റ്റ് എല്ലാ ആളുകൾക്കുള്ള പോലെ തന്നെ ആ കാലത്തുണ്ടായിരുന്നു. ആ കാലം ഈ കാലം വ്യത്യാസമില്ല. ഈ കാലത്ത് ഇപ്പോഴും ഉണ്ട്. ഈ പറയുന്ന കൺവെൻഷൻ തെറാപ്പി ഒക്കെ ചെയ്യുന്ന ആളുകളുണ്ട്, ഹോസ്പിറ്റൽസും ഉണ്ട്, ക്ലിനിക്സും ഉണ്ട്. അപ്പം എനിക്ക് ആശ്വാസമായി വെച്ചാൽ അമ്മ അത് അറിഞ്ഞു എന്നുള്ളത്. ഞാൻ ക്ലാസ്സിൽ പോവാതായി, ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കാൻ തുടങ്ങി, ഞാൻ കരയാൻ തുടങ്ങി. എനിക്ക് സെക്ഷൽ ഡിസീസ് ഒക്കെ വന്നു തുടങ്ങി, സെക്ഷൽ ട്രാൻസ്മിറ്റഡ് ഡിസീസ് ഒക്കെ വന്നു തുടങ്ങി എൻ്റെ ബോഡിയിൽ. അപ്പം അത് ട്രീറ്റ് ചെയ്തേ പറ്റുള്ളൂ. അങ്ങനെ ഒത്തിരി ഇഷ്യൂസ് ഉണ്ടായി. അങ്ങനെയാണ് എനിക്ക് ഡ്രോപ്പ് ഔട്ട് ചെയ്യേണ്ടി വന്നു സ്കൂള്. അപ്പം ഇത് തുറന്ന് നമ്മൾ പറഞ്ഞപ്പോൾ ഒരു ആശ്വാസം ഉണ്ടായിരുന്നു. അമ്മ എപ്പോഴും പറഞ്ഞു സൂക്ഷിക്കണം, നീ തന്നെയാണ് നിന്നെ സൂക്ഷിക്കേണ്ടത്, അങ്ങനെയൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുമായിരുന്നു.
അപ്പം അങ്ങനെയായിരുന്നു അമ്മയോടുള്ളൊരു കോൺവെർസേഷൻ ആയിരുന്നു കുറച്ചും കൂടിയും ആശ്വാസം ഉണ്ടായിരുന്നത്. വേറെ ആരും ഇല്ലല്ലോ അങ്ങനെ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്നെ തിരിച്ചറിയാൻ പറ്റുന്ന ഇപ്പം ഇന്നത്തെ പോലെ ടെക്നോളജി ഇല്ല, സോഷ്യൽ മീഡിയ, ഫേസ്ബുക്ക്, വാട്സപ്പ്, ഇമെയിൽ, ഗൂഗിൾ ഒന്നുമില്ല. എൻ്റെ പാഠപുസ്തകത്തിൽ എന്നെ പറഞ്ഞു തരാൻ ആരുമില്ല, അല്ലെങ്കിൽ എന്നെ മനസ്സിലാക്കുന്ന എൻ്റെ ടീച്ചേഴ്സ് ഇല്ല, എൻ്റെ സുഹൃത്തുക്കളില്ല, മീഡിയ ഇല്ല, ഒന്നുമില്ല. അപ്പം എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഭയങ്കര ഒറ്റപ്പെട്ട ഒരു ഞാൻ മാത്രമല്ല, എൻ്റെ സമൂഹം മുഴുവൻ ആ സമയം കാലഘട്ടങ്ങളിൽ ഒറ്റപ്പെട്ടതായിരുന്നു. അതുകൊണ്ടായിരിക്കും ഇവിടുന്ന് ഒത്തിരി പേര് ഇങ്ങനെ മൈഗ്രേറ്റ് ചെയ്യപ്പെട്ട് പോയിക്കൊണ്ടിരുന്നത്. ആ സമയത്ത് ആരെങ്കിലും ചേർത്ത് പിടിക്കാൻ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ വിചാരിക്കാറുണ്ടോ? ഡെഫിനറ്റ്ലി. ഇപ്പം എനിക്ക് ആകെ ഉണ്ടായിരുന്നത് എൻ്റെ വീടിനടുത്ത് തന്നെ എന്നെ പോലെ ഒരു ട്രാൻസ് സുഹൃത്തുണ്ടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ചായിരുന്നു സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി അങ്ങോട്ടും? അത് എൻ്റെ ആന്റിയുടെ വീടിന്റെ അവിടെ താമസിക്കാവുന്നത് ഇവര്. ഞാൻ എൻ്റെ വീട്ടിൽ അമ്മയൊക്കെ സഹായിക്കും. ഞാൻ ഡിഷസ് ഒക്കെ വാഷ് ചെയ്യും, പൂക്കള് ഗാർഡനൊക്കെ നോക്കും. അപ്പോൾ ഒരു ദിവസം ഞാൻ ഡിഷസൊക്കെ ഇപ്പോൾ വീടിന്റെ പുറത്ത് വാഷ് ചെയ്യുമ്പോൾ ഒരു അമ്മയും കൊച്ചും വരുന്നു. അപ്പം ആ അമ്മ എന്നോട് ചോദിച്ചു, കൊച്ച് അമ്മേനെയൊക്കെ സഹായിക്കോ, ഡിഷൊക്കെ വാഷ് ചെയ്യോ? ഞാൻ അമ്മയെ സഹായിക്കോ. അപ്പൊ പറഞ്ഞു, ദേ ഇയാള് അതൊക്കെ ചെയ്യുന്നു പറഞ്ഞു. അപ്പൊ ഞാൻ ആണോ എന്ന് പറഞ്ഞു. ആ സമയത്ത് ഈ ആൺകുട്ടികൾ ഈ വീട്ടുജോലി ചെയ്യുന്ന എന്തോ ഒരു അപകടമായിട്ടാണ് വീട്ടുകാരൊക്കെ നോക്കിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇത് അവരുടെ കണ്ണിലെ ആൺകുട്ടികൾ എന്നുള്ളത്, പക്ഷെ നമ്മുടെ ഉള്ളിൽ ആ ഫെമിനിറ്റി തന്നെയാണ്. അപ്പൊ ആ കുട്ടീനെ കണ്ടപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പൊ ആ കൊച്ചിന്റെ അമ്മ പറഞ്ഞ് നന്നായി ഡാൻസ് ചെയ്യുന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാനും ഡാൻസ് ചെയ്യും. അങ്ങനെ ഒരു താമസമാക്കി ഞങ്ങൾ ഒരുമിച്ചായിരുന്നു സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. അപ്പം ഞങ്ങൾക്ക് നേരിടുന്ന ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ സെയിം ആണ്, സിമിലർ ആണ്. ആ കൊച്ചിനെ ആരെങ്കിലും കളിയാക്കും, ഉപദ്രവിക്കാൻ ശ്രമിക്കും, എനിക്ക് അതുപോലെ. അപ്പൊ ഞങ്ങള് പരസ്പരം കാണുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതൊക്കെ തന്നെ ഷെയർ ചെയ്തോണ്ടിരുന്നത്. ആ ഒരു ആശ്വാസം എവിടേക്കും ഉണ്ടായിരുന്നു ആ ചൈൽഡ്ഹുഡില്. പിന്നെ എനിക്ക് അമ്മ എപ്പോഴും സപ്പോർട്ടീവ് ആയിരുന്നു. സപ്പോർട്ടീവ് എന്ന് വെച്ചാല് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ വന്നാൽ പറയുന്ന ഒരു സ്വഭാവം അമ്മയുടെ അടുത്തുണ്ടായിരുന്നു. പിന്നെ പപ്പയ്ക്ക് ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല എന്നെ. പപ്പ എപ്പോഴും മമ്മീനെ ബുള്ളിയും ചെയ്തിരുന്നു ഒത്തിരി. ഈ ബുള്ളിങ് എന്ന് പറയുന്നത് വെർബലിയുള്ള ബുള്ളിങ് ആയിരുന്നു. അപ്പം ഇങ്ങനെയൊക്കെ പറയും, ഞാനൊരു പുരുഷനാണ്, എനിക്കിങ്ങനെ ആണും പെണ്ണും കെട്ട കുഞ്ഞൊന്നും ഉണ്ടാവില്ല, ഇത് നിനക്ക് മറ്റാരിൽ നിന്നുണ്ടായ കുഞ്ഞാന്നൊക്കെ പറഞ്ഞിട്ട് അമ്മേനെ ബ്ലെയിം ചെയ്യും. അത് ശീതൾ കേൾക്കാറുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ എൻ്റെ സകടകൾ അങ്ങോട്ട് പറയാറില്ല. മമ്മീനെ അതിനെ വിഷമിപ്പിക്കണതൊക്കെ ഒത്തിരി വിഷമായിരുന്നു. അതുകൊണ്ട് പലപ്പോഴും എൻ്റെ പെയിൻ അല്ലെങ്കിൽ എൻ്റെ ഒരു ഇത് എപ്പോഴും ഉള്ളിലൊതുക്കി ഇങ്ങനെ കൊണ്ടുപോയിരുന്നു. ബട്ട് കുറെ കാലം കഴിഞ്ഞപ്പോൾ അതൊക്കെ ഒരു ഇതായി മാറി, ചേഞ്ച് ആയി കുറെയൊക്കെ. ഇപ്പൊ എങ്ങനെയാണ്? ഫാമിലി കുറച്ചുകൂടി അക്സെപ്റ്റഡ് ആണോ? ഇല്ല, ഇപ്പൊ എനിക്ക് അങ്ങനെ ഫാമിലി എന്ന് പറയാനായിട്ട് അങ്ങനെ വലിയ ആളുകളൊന്നും ഇല്ല. മമ്മി മരിച്ചുപോയി, പപ്പയും മരിച്ചുപോയി. മമ്മി 2008ലാണ് മരിക്കുന്നത്. പപ്പയും 2015 സമയത്താണ് മരിക്കുന്നത്. പിന്നെ എനിക്കൊരു ബ്രദറുണ്ട്. ആ ബ്രദറിന്റെ ഫോട്ടോസ് ഫേസ്ബുക്കിൽ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഇട്ട് കാണാറുണ്ട് ഒരുമിച്ചുള്ള. അപ്പൊ അങ്ങനെ ആള് അവിടെയുണ്ട്, തൃശ്ശൂരുണ്ട്. പിന്നെ മമ്മീന്റെ മരണശേഷം ഞാൻ പാർട്ട്ണർ റിലേഷൻഷിപ്പിലായിരുന്നു. ഈ അച്ഛൻ മരിക്കുന്നതിന് മുൻപ് എപ്പോഴെങ്കിലും ശീതളിനെ അക്സെപ്റ്റ് ചെയ്യുന്നതോ ആ രീതിയിൽ ഒന്ന് ചേർത്ത് പിടിക്കുന്നതോ ഉണ്ടായിട്ടുണ്ടോ? പപ്പയ്ക്ക് ഒരു ആക്സിഡന്റ് സംഭവിച്ചു 2015 സമയത്ത്. പപ്പനെ ഞാൻ കാണാൻ പോണെന്ന്, ഞാനപ്പോ റിലേഷൻഷിപ്പിലായിരുന്നു. അപ്പൊ എന്റെ എക്സ് പാർട്ട്ണറോട് ഞാൻ പറഞ്ഞു പപ്പനെ കാണാൻ പോണെന്ന്. അപ്പൊ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ പപ്പ കിടക്കുന്നത്. പപ്പന്റെ കൂടെ പപ്പന്റെ മൂത്ത സഹോദരി ഉണ്ടായിരുന്നു. പപ്പനെ കാണാൻ ചെന്നപ്പോ ഞാൻ സാരി ഉടുത്തിട്ടാ പോയത്. അപ്പൊ പറഞ്ഞു, അത് ആദ്യമായിട്ടാണോ അങ്ങനെ പോകുന്നത്, പപ്പന്റെ മുന്നിൽ സാരി ഉടുത്ത്? ആയിരിക്കാം തോന്നുന്നു. അല്ല, ഞാൻ പ്രോഗ്രാമിനൊക്കെ സാരി ഉടുത്ത് കണ്ടിട്ടുണ്ടാവും. പക്ഷെ നേരിട്ട് നിങ്ങൾ മീറ്റ് ചെയ്യുന്നത് ഇപ്പൊ ഞാൻ പ്രോഗ്രാംസിനൊക്കെ പോകുമ്പോ സാരി ഉടുത്ത് കണ്ടു. പക്ഷെ ഹോസ്പിറ്റൽ സ്പേസില് കുറെ നാൾക്ക് ശേഷമാണ് കാണുന്നത്. അപ്പൊ എന്നെ കാണാൻ സാരി ഉടുത്തിട്ടാണ് വന്നതെന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ചെറുതായിട്ടൊക്കെ വഴക്ക് പറഞ്ഞു. പിന്നെ വേഷം എന്തായാലും എന്താ, ഞാൻ നിങ്ങളെ കാണാൻ വന്നതല്ലേ എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചു. അവിടുന്ന് ഒരു 1 വീക്ക് കഴിഞ്ഞു. പപ്പ ഹോസ്പിറ്റലാണ്, ഞാൻ വീട്ടിലാണ്.
എൻ്റെ താമസ സ്ഥലത്താണ്. അങ്ങനെ പപ്പ എന്നോട് ഒരു ദിവസം മൂത്ത ആൻറ്റിയുടെ ഫോണിൽ നിന്ന് എനിക്ക് കോൾ വന്നു. പപ്പ എന്നോട് സംസാരിക്കണം എന്ന് പറഞ്ഞു. ഓ റെഡി എന്ന് പറഞ്ഞു. പപ്പ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിന്നോട് ചെയ്തതൊക്കെ എനിക്ക് വിഷമായിട്ട് ഇപ്പം തോന്നുന്നു. എനിക്ക് നിന്നോട് ക്ഷമ പറയണമെന്നുണ്ട്. എന്നെ കാണാൻ വരണം എന്ന് പറഞ്ഞു. ഓ പപ്പ ഞാൻ കാണാൻ വരാമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം പോവാന്ന് വിചാരിച്ചു. ATM എന്തൊരു വിഷയമാണ്. ബാങ്കിൽ നിന്ന് പൈസ ട്രാൻസ്ഫർ ചെയ്തിട്ട് പപ്പയ്ക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ എനിക്കൊരു കോള് വന്നു. എൻ്റെ പപ്പേൻ്റെ ഏറ്റവും താഴെയുള്ള ആൻറ്റിയുടെ മകനായിരുന്നു. പപ്പ പോയി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ മരിച്ചതിന് ശേഷം എനിക്ക് കാണാൻ പറ്റുള്ളൂ. പക്ഷെ പപ്പ ഫോണിൽ കൂടെ എന്നോട് പറഞ്ഞു, ഇങ്ങനെ എനിക്ക് നിന്നോട് സോറി പറയണം, ഞാൻ നിന്നെ. അതൊരു ഇൻസിഡൻ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ ആള് ആ അവസാന സമയത്തെങ്കിലും ഇങ്ങനെ പറയാൻ റിയലൈസ് ചെയ്തല്ലോ. പക്ഷെ എനിക്ക് തോന്നുന്നു ഒത്തിരി കമ്മ്യൂണിറ്റീസിന്റെ ഫാമിലീസ് ഇപ്പോഴും അവരെ മനസ്സിലാക്കുകയോ അവരെ അടുത്തറിയുകയോ അവരെ സ്വന്തം മക്കളായിട്ട് പോലും പരിഗണിക്കത്തില്ല. കാരണം കേവലം ഒരു ഐഡന്റിറ്റി ആണ്, അല്ലാതെ അവര് തെറ്റുകുറ്റങ്ങളൊന്നും ചെയ്യുന്ന ആളുകളെ അല്ല. പക്ഷെ അത് ഒട്ടും മനസ്സിലാക്കാത്ത ഒരു ഫാമിലി സിസ്റ്റമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അത് എന്നെ ഇപ്പോഴും വല്ലാതെ ഭയപ്പെടുത്തുകയും ആശങ്കപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു സിസ്റ്റമാണത്. ഈ ശീതള് പറഞ്ഞ പോലെ തന്നെ ഇപ്പോഴും ഒരുപാട് പേര് പുറത്ത് വരണം എന്നുണ്ട്, കമ്മിങ് ഔട്ട് ചെയ്യണമെന്നുണ്ട്. പക്ഷെ ഇതുപോലെ തന്നെ സൊസൈറ്റീനെ, വീട്ടുകാരെന്ത് വിചാരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് പേടിയോടെ വീട്ടിനുള്ളിൽ കഴിയുന്നുണ്ട്. അവരോട് എന്താ പറയാനുള്ളത്? നമുക്ക് ഒരു കാലഘട്ടം എടുക്കുകയാണെങ്കിൽ ഒത്തിരി ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ടല്ലോ നമ്മുടെ സമൂഹത്തില്. എങ്ങനെയാണ് നമ്മുടെ കുടുംബ സംവിധാനങ്ങൾ, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഈവൻ സൊസൈറ്റിയിൽ എങ്ങനെയാണ് നമ്മൾ പ്രവർത്തിച്ചിരുന്നത്, അതിൻ്റെ പ്രകടനം, അതിൻ്റെ പരതയൊക്കെ വല്ലാതെ മാറിയിട്ടുണ്ട്. ആഫ്റ്റർ കോവിഡ് അത് ഒത്തിരി മാറിയിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നത്. ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ആളുകൾക്ക് കുറച്ചെങ്കിലും ഇത്തരം വിഷയങ്ങളെ കുറിച്ചുള്ള ഒരു നോളജ് സെൻസ് ഉണ്ടായിട്ടുണ്ട്. അതിലൊരു ഒരു അർബനും റൂറലും തമ്മിലുള്ള വ്യത്യാസമുണ്ട് എങ്കിൽ പോലും ഒരു ഇതുകളുണ്ട്. അതിന് ഒത്തിരി കാരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം നമ്മൾ കാണുന്ന കാഴ്ചകള് സോഷ്യൽ മീഡിയ വല്ലാതെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. സിനിമകള്, എഴുത്തുകള്, അല്ലെങ്കിൽ റിയാലിറ്റി ഷോസ് ഒക്കെ അങ്ങനെ ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ പരിസരങ്ങൾ, ജീവിത പരിസരങ്ങളൊക്കെ അതിന് മുഖ്യ പങ്ക് വഹിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. അത് കാലത്തിനനുസരിച്ചുള്ള ഒരു മാറ്റമായിട്ടാണ് ഞാൻ ഫീൽ ചെയ്യുന്നത്. അത് എനിക്ക് തോന്നുന്നു സമൂഹത്തെ കുറച്ചും കൂടിയും പുരോഗമിപ്പിക്കുന്ന ഒരു പ്രവൃത്തി കൂടിയായിട്ടാണ് എനിക്കത് ഫീൽ ചെയ്യുന്നത്. കാരണം എങ്ങനെയാണ് എല്ലാതരം വൾനറബിൾ ആയിട്ടുള്ള മനുഷ്യർക്കും ഒരു ഇൻക്ലൂസീവ് സിസ്റ്റം ഉണ്ടാക്കാൻ പറ്റുന്നതും അവർക്ക് സ്പേസ് ഉണ്ടാക്കാൻ പറ്റുന്നതും, അത് കുടുംബമായാലും മറ്റേത് പരിസരമായാലും ഒക്കെ അവരെ റെസ്പെക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ എംപത്തിക്കലായിട്ടുള്ള ഒരു സിസ്റ്റത്തിലേക്ക് വരേണ്ടതുണ്ടെന്നുണ്ട്. അതിൻ്റെ ഒരു കാഴ്ചപ്പാടും കൂടിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. മേ ബി ഈ കമ്മ്യൂണിറ്റിയും കൂടിയും അത് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പം ഞാൻ വളർന്നു വന്ന എൻ്റെ ചൈൽഡ്ഹുഡ് കാലഘട്ടമല്ല ഇത്. ഇന്നത്തെ ഓരോ കുട്ടികൾക്കും ക്വയർ എന്താണ്, ഗേ എന്താണ്, ലെസ്ബിയൻ എന്താണ്, വുമൺ ബോഡി എന്താണ്, മെൻ ബോഡി എന്താണ്, ട്രാൻസ് ബോഡി എന്താണ്, അല്ലെങ്കിൽ ഐഡന്റിറ്റി എന്താണ്, സെക്ഷുവാലിറ്റി എന്താണ്, ജെൻഡർ എന്താണെന്നൊക്കെ അവര് ലേൺ ചെയ്തു വരുന്നുണ്ട്. അത് എനിക്ക് തോന്നുന്നു അവര് പാഠപുസ്തകത്തിൽ നിന്ന് പഠിക്കുന്നേക്കാൾ അവർ പരിസരങ്ങളിൽ നിന്ന് പഠിക്കുന്നുണ്ട്. യെസ്. അപ്പം ഇപ്പൊ നമ്മള് പാഠപുസ്തകം കരിക്കുലത്തിലൊക്കെ അത് വന്നിട്ടുണ്ട്. പക്ഷെ നമ്മുടെ കുട്ടികൾ അത് പഠിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് തെറ്റായിട്ടുള്ള ഒരു, ഇപ്പൊ ഞാനൊക്കെ അനുഭവിച്ചിട്ടുള്ള ഒരു പ്രശ്നങ്ങളൊന്നും അനുഭവിക്കേണ്ട ആവശ്യമില്ല. തുറന്നു പറയാൻ സ്ഥലങ്ങളുണ്ട്, അല്ലെങ്കിൽ കമ്മിങ് ഔട്ട് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അതിനുള്ള സൗകര്യങ്ങളുണ്ട്. ഫാമിലിക്ക് അതിന് പറ്റുന്ന രീതിയിലേക്കുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയും. അപ്പം അതൊക്കെ വലിയൊരു എംപവറിങ് സിസ്റ്റമാണ്, സൊസൈറ്റിയുടെ ഒരു എംപവറിങ് സിസ്റ്റമാണ്. എല്ലായിടത്തിലും അത് കാണത്തില്ല എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ ലോകത്തിൻ്റെ എല്ലായിടത്തും ലോകത്തിൽ ഒത്തിരി മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. പക്ഷെ എല്ലാ ലോകത്തിൻ്റെ ഇടങ്ങളിലും അത് നമുക്ക് സാധ്യമാവില്ല. ഇത്തരം ഇടങ്ങളിലൊക്കെ സാധ്യമാവുന്നെന്ന് വിചാരിക്കണം. ഇവൻ ഇപ്പം
കമ്മിങ് ഔട്ട് പ്രോസസ് എന്ന് പറയുമ്പോൾ തന്നെ അതൊരു വലിയൊരു ടാസ്ക് ആണ്. പക്ഷെ എങ്കിൽ പോലും ഓരോ ഇപ്പൊ ഇത് ജൂൺ ജൂലൈ മാസം പ്രൈഡ് മാസമാണ്, ലോകമൊട്ടുക്കും പ്രൈഡ് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു മാസമാണ്. അപ്പൊ അങ്ങനെ ഒരു പ്രൈഡ് മാസത്തിൽ ഇരുന്നാണ് നമ്മൾ ഈ സമൂഹത്തെ കുറിച്ച് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ പ്രൈഡ് മന്തിലും ഒത്തിരി പേര് കമ്മിങ് ഔട്ട് ചെയ്തു വരുന്നവരുണ്ട്. ഇപ്പൊ പ്രൈഡ് എല്ലാവരും പറയുമ്പോൾ അതൊരു സ്വാഭിമാന ഘോഷയാത്രയാണെന്ന്, പക്ഷെ സ്വന്തം അഭിമാനത്തെ വിളിച്ചു പറഞ്ഞുകൊണ്ട് ആ സ്പേസിൽ വന്ന് ഞാൻ ഐ എം എ ഗേ, ഐ എം എ ലെസ്ബിയൻ, ഐ എം എ ബൈസെക്ഷൽ, അല്ലെങ്കിൽ ഐ എം എ ക്യൂർ എന്നൊക്കെ പറയാൻ കാണിക്കുന്ന ഒരു ധൈര്യം. കാരണം ഇപ്പം ഓരോ കമ്മ്യൂണിറ്റിയും ചിലപ്പോൾ കാത്തിരിക്കും പ്രൈഡ് വരുന്ന സമയത്ത് അവരെ കമ്മിങ് ഔട്ട് ചെയ്യാനായിട്ട്. അപ്പൊ പ്രൈഡൊക്കെ അങ്ങനെ ഒരു വലിയൊരു വേദി ഒരുക്കിയിട്ടുണ്ട്. ഇപ്പം 2009 ഡൽഹി ഹൈക്കോർട്ട് വെഡിക്റ്റ് വരുന്നത് IPC 377 ഡിക്രിമിനലൈസ് ചെയ്തുകൊണ്ട് 2010 നമ്മൾ പ്രൈഡ് ആരംഭിക്കുന്നത്. അപ്പൊ കഴിഞ്ഞ വർഷം 13ാമത് പ്രൈഡാണ് അവസാനിച്ചത്. 2018 IPC 377 ഡീക്രിമിനലൈസ് ചെയ്യുകയും സ്ക്രാപ്പ് ചെയ്യുകയും ചെയ്തത്. അപ്പൊ അത് ആ സ്ക്രാപ്പ് ചെയ്തതിന് ശേഷം ആണ് കമ്മ്യൂണിറ്റിയെ കുറിച്ചുള്ള ഒരു ഇത് മാധ്യമങ്ങളിലും ജുഡീഷ്യറിയിലും ആരോഗ്യരംഗത്തും സൊസൈറ്റിയിലും എല്ലാ സിസ്റ്റത്തിലും വരുന്നത്. അതുവരെ രോഗികളാണ്, ക്രിമിനൽസ് ആണെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ കോർട്ട് എപ്പോഴാണോ അത് ക്രിമിനൽസ് അല്ല, അത് നാച്ചുറൽ ആയിട്ടൊരു സംഭവമാണ്, അതുപോലെ സ്വവർഗ വിവാഹം, സ്വവർഗ അനുരാഗം ഒക്കെ നാച്ചുറൽ ആണ് എന്നൊക്കെ കോർട്ട് പറഞ്ഞ് ആ ഒരു സാധ്യതയിലാണ് കുറച്ചും കൂടിയും ഒരു സാമൂഹികമായിട്ടുള്ള ചേഞ്ചസ്. അത് എനിക്ക് തോന്നുന്നു 2019 ആ സമയത്തൊക്കെ അതിൻ്റെ ഒരു എംപവറിംഗ് സിസ്റ്റം ഉണ്ടായിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് അതിൽ വന്നിട്ടുണ്ട്.